പ്രാവശ്യം യു ഡി എഫ് കറക്റ്റാ യു ഡി എഫ് വന്നിരിക്കും. കാരണം എന്താണ് അവിടെ 10 വർഷം കൊണ്ട് അവർ ഭരിച്ചിട്ട് എന്താ മുഖ്യമന്ത്രിയാകാന് പറ്റേ സതീശനായിരിക്കും. പിന്നെ വേറെ ആര് വരാനാ? അവരിന്നെ വരുള്ളൂ. ഒരു മാറ്റമില്ല. ബിജെപി സാധ്യത കാണുന്നുണ്ടോ? സാധ്യത ഭരിക്കുകയാണെങ്കിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 5 സീറ്റ് വരെ പ്രതീക്ഷിക്കാം. പ്രാവശ്യം യു ഡി എഫ് കറക്റ്റാ യു ഡി എഫ് വന്നിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ 10 വർഷം കൊണ്ട് അവർ ഭരിച്ചിട്ട് എന്താ നേട്ടം ഉണ്ടായി നോക്ക്? ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയാകാൻ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയാണ് നമുക്ക് വേണ്ടത്. അന്ന് അയാൾക്ക് കുറച്ച് നയങ്ങളും ഈ രാഷ്ട്രീയത്തെ പറ്റി അറിയാനും പാവങ്ങളെ പറ്റി അറിയാനുമുള്ള കഴിവുണ്ട്. വി ഡി സതീശൻ പിന്നെ പ്രദക്ഷിണ മാത്രമേ ഉള്ളൂ. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? മൂന്നാം വരുമെന്ന് സംശയം. മുഖ്യമന്ത്രി ആരാ കണ്ടു? വി ഡി സതീശനാണോ, പിണറായി വിജയനാണോ, രമേശ് ചെന്നിത്തലാണോ? ആരായിരിക്കും? ഒന്നിക്കൽ സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല. അങ്ങനെയാണ്. ആർക്കാണ് മുൻതൂക്കം? കോൺഗ്രസിനാണ്. മുഖ്യമന്ത്രി ആവാൻ ആരാണ്? പിണറായി വിജയനാണോ, വി ഡി സതീശനാണോ, രമേശ് ചെന്നിത്തലാണോ? മുഖ്യമന്ത്രിയാകാന് പറ്റേ സതീശനായിരിക്കും. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും തോന്നുന്നില്ല അല്ലെ? ഇല്ല, അഭിപ്രായം ഇല്ല ജനങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. കാരണം വല്ലാണ്ട് പൈസ ഓവറായിട്ട് മുഖ്യമന്ത്രി ചെലവാക്കി ഇതാക്കിക്കൾ. അതിന്റെ ഒരു അഭിപ്രായം, ജനങ്ങളെ അഭിപ്രായം അങ്ങനെയാണ്. പക്ഷേ ഈ പ്രാവശ്യം ആര് വരുമെന്നാണ് പ്രതീക്ഷ? കോൺഗ്രസ് തന്നെ വരും. ഒരു മാറ്റം ഉണ്ടാവും. എന്തായാലും കോൺഗ്രസ് തന്നെ വരും. എങ്ങനെയാണ് ഇപ്രാവശ്യം? എങ്ങനെയാണ് നമ്മൾ ഭരണം മാറണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്രാവശ്യം? വി ഡി സതീശനോ? അത് നമ്മൾ പറയില്ല. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഒരു കാരണവശാലും മുഖ്യമന്ത്രിയല്ല, എം.എൽ.എ. ആ എം.എൽ.എമാര് കൂടിയിട്ട് തീരുമാനിക്കും. ഞങ്ങൾ അധികാരത്തിൽ വന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും ആരെ നിർത്തണമെന്ന്. ഇപ്പൊ തന്നെ പറയണ ബിജെപി ഈ പ്രാവശ്യം കേരളത്തിൽ സീറ്റ് കിട്ടുന്നത് അപൂർവമായിട്ട് വിരലിലെണ്ണ താഴത്തേക്ക് വരും. ആ ഒരു പ്രതീക്ഷ. കേരളത്തിൽ ഇപ്രാവശ്യം ആരായിരിക്കും അധികാരത്തിൽ വരിക? ആര് വരാനാ അധികാരത്തിന്? എന്താ നമ്മള് പറയാ? LDF ആണോ യു ഡി എഫ് വരും? യു ഡി എഫ് തന്നെ, ഒരു സംശയമില്ല. ഓ, എന്താണ് പ്രധാന വരാനുള്ള കാരണം? കാരണം ഇപ്പൊ എന്താ വെച്ചാ എന്താ പറയാ? 10 കൊല്ലത്തെ ഭരണത്തിന്റെ അതന്നെ. വേറെന്താ? ഒരു മാറ്റം ഉണ്ടാവും. മാറ്റം വേണല്ലോ. ആ കഷ്ടപ്പെട്ട് കിടക്കല്ലോ ഇവിടെ ജനങ്ങള്. ഞങ്ങള് എന്തെന്നാ ടാക്സ് മൊത്തവും കൂടി. ഇപ്പൊ 10,600 രൂപ എടുത്തിട്ടാണ് ബ്രേക്ക് എടുത്തത്. ആ പൈസ ഒക്കെ തിരിച്ചു തരുമെന്ന് പറയുന്നത്. എവിടെ തിരിച്ചു പറയാനാ? കുറഞ്ഞൊന്നും പറയുന്നുണ്ട്. എവിടെ കുറയൊന്നും ആർക്കറിയാം? ഒന്നും അറിയില്ല. യു ഡി എഫ്. ഓ, ഉറപ്പില്ല. ഇപ്രാവശ്യം ഒന്നല്ല, തുടർ ഭരണം തന്നെ ഉണ്ടാവും. ആ യു ഡി എഫ് എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ. ഇപ്പൊ 10 വർഷം എന്ന് വെച്ചാൽ ജനങ്ങൾ ഇപ്പൊ 2000 പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നില്ലേ? ശമ്പളം പെൻഷനും വെച്ച പെണ്ണുങ്ങൾക്ക് 1000 കൊടുക്കുന്നില്ലേ? ഇതുവരെ സർക്കാർ ഉണ്ടായിട്ടുണ്ടോ? 3000 വാഗ്ദാനങ്ങളല്ല, ചെയ്തു അറിയാം. അതാ വേണ്ടി. അവിടെ മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും. തീർച്ചയായും. എന്താ വരാണ്ട്? ഒരു മാറ്റം ഉണ്ടാവും. എന്ത് മാറ്റം? മാറ്റം എന്ത് വരുത്താണ്ടേ? മൂപ്പര് മുഖ്യമന്ത്രി. പിന്നെ എന്താ വേണ്ടേ? അത് ശരി. ബിജെപി സാധ്യത കാണുന്നുണ്ടോ? സാധ്യത ഭരിക്കുകയാണെങ്കിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. എത്ര സീറ്റോടെ പ്രതീക്ഷിക്കുന്നുണ്ട്? ഒരു 5 സീറ്റ് വരെ പ്രതീക്ഷിക്കാം. 5 സീറ്റ് വരെ പ്രതീക്ഷിക്കാം. ഓ, ബിജെപിക്ക് ഒരു പുതിയ മാറ്റം ഉണ്ടാവാൻ പ്രതീക്ഷയുണ്ട്. ഉണ്ടാവും. ആരായിരിക്കും പ്രാവശ്യം? CPM ആയിരിക്കും ഭരിക്കുക. കോൺഗ്രസിന് ഭരണം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇല്ല, CPM ആയിരിക്കും. മൂന്നാമതും പിണറായി വിജയൻ തന്നെ ആയിരിക്കും. മാറ്റമില്ല. ഇല്ല. ഒരു ചോദ്യം അതൊക്കെ. ഇപ്രാവശ്യം കേരളത്തിൽ ആരായിരിക്കും അധികാരത്തിൽ വരാം? LDF തന്നെ വരും. പിണറായി മുഖ്യമന്ത്രി പറയാൻ പറ്റില്ല. അത് പാർട്ടിയല്ലേ തീരുമാനിക്കല്ലേ? LDF വരണം. LDF വന്നാലേ എന്റെ ഭരണം ചെയ്യാൻ പറ്റും. സർക്കാർ LDF സർക്കാർ തന്നെ വീണ്ടും വരും. പിന്നെന്താ? അതിനെന്താ സംശയം? ഒരു സംശയമില്ല. മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്തായാലും ആവൂല. LDF-ന്റെ മുഖ്യമന്ത്രി മാത്രമേ ആകൂ. അത് ഉറപ്പാണ്. നമ്മളെ വിശ്വാസമാണല്ലോ. ചേട്ടാ ഈ പ്രാവശ്യം ആരായിരിക്കും കേരളത്തിൽ അധികാരത്തിൽ? UDF. ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് മാറ്റം ഉണ്ടാവും. എല്ലാവർക്കും മൂന്നാമത് എത്തില്ല. ഇല്ല. കേരളത്തിൽ മൂന്നാം പിണറായി സർക്കാർ മാറ്റുന്നു ഒരു മാറ്റം. എങ്ങനെയാ ചേട്ടാ ഇപ്രാവശ്യം ആരായിരിക്കും? പിണറായി തന്നെ ആയിരിക്കോ? പിന്നെന്താ സംശയം? മൂന്നാം പിണറായി സർക്കാർ വരുമെന്നാണ് പറഞ്ഞത്. അതന്നെ. കോൺഗ്രസിന് ചാൻസ് ഇല്ല. കോൺഗ്രസിന് ചാൻസ് കുറവ് തന്നെ. ആരായിരിക്കും മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമോ? അല്ല, ഇപ്രാവശ്യം കോൺഗ്രസ് അധികാരത്തിൽ. കോൺഗ്രസിനായിരിക്കും. ആരായിരിക്കും മുഖ്യമന്ത്രി? ആരായിരിക്കും നല്ലത്? വി ഡി സതീശനാണോ പിണറായി വിജയനാണോ? ഇങ്ങനെ സതീശന് മുഖ്യമന്ത്രി ആവുകയാണോ പ്രതീക്ഷ? കോൺഗ്രസ് മുഖ്യമന്ത്രി ആവുന്നതാണ് പ്രതീക്ഷ. സതീശ ചേട്ടാ എങ്ങനെയാണ് ഇപ്രാവശ്യം ആരായിരിക്കും മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമോ? ചിലപ്പോ വരും. ചിലപ്പോ പിണറായി വീണ്ടും വരും സാധ്യതയുണ്ടല്ലേ? വരാൻ സാധ്യതയുണ്ട്. വരട്ടെ. മുഖ്യമന്ത്രി ആരാധന വി ഡി സതീശനാണോ കോൺഗ്രസിൽ പിണറായി വിജയനാണോ? വരില്ല. അപ്പൊ മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാവും. ഒന്നുമില്ല. വരണം. വരും ചെയ്യും. ആരായിരിക്കും അധികാരത്തിൽ വരെ? മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും. പിന്നെ വേറെ ആര് വരാനാ? അവരിന്നെ വരുള്ളൂ. ഒരു മാറ്റം ഉണ്ടാവും. ഒരു മാറ്റമില്ല. അപ്പൊ കേരളത്തില് വീണ്ടും പിണറായി സർക്കാരിന്റെ ആയിരിക്കും. പിന്നെ പിണറായി അല്ല, വേറെ വരാനില്ല. നീ ഇപ്രാവശ്യം ആരായിരിക്കും? ഇവിടെ ഇപ്പൊ ഈ 10 വർഷമായി ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നു. ഇനി UDF സർക്കാർ വരും. മിച്ച കാഴ്ചവെക്കാൻ മിച്ച് ഇന്നലെ UDF സർക്കാരെല്ലാം മൊത്തം നമ്മളെ കാണുന്നത്. ഇനി UDF സർക്കാരിന് അധികം വരാൻ സാധ്യത മൂന്നാം പിണറായി സർക്കാർ ഇല്ല. വരാൻ സാധ്യതയില്ല. ഇനി 90% UDF തന്നെ വരുള്ളൂ. അതെ, ഓൻ പറഞ്ഞ പോലെ തന്നെ. ഓൻ പറഞ്ഞ പോലെ തന്നെ. ഓൻ പറഞ്ഞ പോലെ തന്നെ. ആരാണ് LDF ആയിരിക്കും. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമോ? വരാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി ആരാണ്? വി ഡി സതീശനാണോ പിണറായി വിജയനാണോ രമേശ് ചെന്നിത്തലാണോ? ആർക്കാണ്? അത് നമ്മളെ പിണറായി വിജയൻ തന്നെ. പിണറായി വിജയൻ തന്നെ. ലക്ഷ്മക്കാണ് ആരാണ് അധികാരത്തിൽ വരാൻ തോന്നുന്നുണ്ടോ? ആർക്കാണ് ഏത് ഈ പ്രാവശ്യത്തെ അധികാരത്തിൽ? ഇപ്രാവശ്യം LDF തന്നെ വരും. LDF തന്നെ ആയിരിക്കും. ഒരു മാറ്റില്ല. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമോ? വരും. അപ്പൊ മുഖ്യമന്ത്രി പിണറായി ഒരു മാറ്റം ഉണ്ടാവും. ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പുറത്തെ അടിപിടിയല്ലേ. ആയതുകൊണ്ട് പിന്നെ അവർക്ക് അധികാരം കിട്ടൂല. അവർ അടിപിടിയാണ് എന്തായാലും. കേരളത്തിൽ ഈ പ്രാവശ്യം ആരായിരിക്കും അധികാരത്തിൽ വരാ? കേരളത്തില് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ വരും. അല്ല LDF ആണോ UDF ആണോ സാധ്യത UDF തന്നെ. UDF തന്നെ ആയിരിക്കും. എന്താ ഇപ്രാവശ്യം ഭരണമാറ്റം കാണുന്നുണ്ടോ? തീർച്ചയായും. കാരണം തൊഴിലാളി ദ്രോഹ നടപടികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേമനിധിന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് ഇതല്ല. പിന്നെ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലക്കയറ്റ. തൊട്ടേനും പിടിച്ചതിനും എല്ലാം വിലക്കയറ്റ. അത് പ്രതികരിക്കാൻ വരെ ആരുമില്ല. LDF UDF തന്നെ ആയിരിക്കും. UDF തന്നെ. ഞാൻ ഒരു LDF കാരനാണ്. എന്നാലും ആ ഒരു സ്ഥിതിയാണുള്ളത്. ചേച്ചി ഒന്ന് ഇപ്രാവശ്യം ആരായിരിക്കും അധികാരത്തിൽ വരാ? ചേച്ചി പറഞ്ഞൂടെ ഇപ്രാവശ്യം ആരായിരിക്കും? UDF തന്നെ ആയിരിക്കും. ഒരു മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടാവും. കേരളത്തിൽ ആരായിരിക്കും ഇപ്രാവശ്യം അധികാരത്തിൽ വരാ? എവിടെ? കേരളത്തില് മിക്കവാറും പിന്നെ UDF ആയിരിക്കും എന്നാ തോന്നുന്നു. UDF ആയിരിക്കും തോന്നുന്നല്ലേ? UDF ആരായിരിക്കും മുഖ്യമന്ത്രി? വി ഡി സതീശനാണോ രമേശ് ചെന്നിത്തലാണോ സുധാകരനാണോ? അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ആരെ വന്നാ കൊള്ളാന്നുണ്ട്? രമേശ് ചെന്നിത്തലയും പിന്നെ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല പിന്നെ മറാലി വി ഡി സതീശൻ ഇവരാരൊക്കെ? മിക്കവാറും രമേശ് ചെന്നിത്തല വരിക. ചെന്നിത്തല ആയിരിക്കും സാധ്യത അല്ലേ? മറ്റേ ഒരു ചോദ്യം കേരളത്തിൽ ഈ പ്രാവശ്യം BJPക്ക് നല്ലൊരു സാധ്യത ഉണ്ട്. എത്ര തീരുമാനം വരുമെന്ന് പ്രതീക്ഷയുണ്ട്? ഒരു തൂക്ക് മന്ത്രിസഭയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിർണായക ശക്തിയായി BJP മാറും. നിർണായക ശക്തിയായി മാറും. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിൽ പല സ്ഥലങ്ങളിലും സീറ്റ് നേടും. തലസ്ഥാന നഗരി എന്തായാലും സീറ്റ് നേടും. എവിടെയാ വീട്? കൊട്ടിയൂരമ്പത്തോട്. കൊട്ടിയൂര്. കേരളത്തിൽ ഇപ്രാവശ്യം ആര്? പിണറായി തന്നെ വരുമോ അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരിക്കോ? കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസ് ആണ് വോട്ട് ചെയ്യും. ഇപ്രാവശ്യം ആരായിരിക്കും അധികാരത്തിൽ വരിക കേരളത്തിൽ? കോൺഗ്രസ് UDF. UDF വരോ? ഓക്കെ. ഏതൊരു മാറ്റമില്ല ഇപ്രാവശ്യം. UDF
ഓക്കെ, ആരായിരിക്കും ഇപ്രാവശ്യം ആർക്കാണ് സാധ്യത എന്ന് കാണുന്നത്? അത് നമ്മളങ്ങനെ പറയൂലേ, നമുക്ക് താല്പര്യം UDF വരണം എന്നാണ്. അതെ. അപ്പോ ഇപ്രാവശ്യം UDF വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും ഉണ്ട്. അതെ, അന്നേ രാഷ്ട്രീയമില്ല, എന്നാലും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആര് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? LDF വരണം ആഗ്രഹിക്കുന്നത്. LDF മൂന്നാമത് LDF വരുന്ന LDF എന്തായാലും അധികാരത്തിൽ വരും.